ഹായ് ആൾ, വീണ്ടും സ്വാഗതം. നമുക്കിന്നൊരു ചക്ക കേക്ക് ആയാലോ? നിങ്ങൾ വിചാരിക്കും എന്താ ഞാനിങ്ങനെ ചക്കയുടെ വിഭവം മാത്രം ഇടുന്നതെന്ന്. ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ ഇരിക്കുമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ചക്കയൊക്കെയുള്ള സമയമല്ലേ. നമുക്ക് എങ്ങനെയാണ് ചക്ക കേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ആദ്യമേ തന്നെ ഒരു ബേക്കിംഗ് ട്രേ ഇവിടെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിന് പകരം വീട്ടിലുള്ള അലുമിനിയം ചരിവം യൂസ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല. ഞാൻ ഇനി 2 ബൗൾ എടുക്കുന്നുണ്ട്. അതായത് നമ്മളെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെള്ള ഒരു പാത്രത്തിലോട്ടും മഞ്ഞ ഒരു പാത്രത്തിലോട്ടും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ മതി കേട്ടോ. എളുപ്പം ചെയ്യാൻ പറ്റും. മഞ്ഞ താഴത്തൊന്നും പോവാണ്ട് വെള്ളം മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് വേറെ രീതിക്ക് ചെയ്യാൻ സെപ്പറേറ്ററോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇനി കുഴപ്പമൊന്നുമില്ല. അല്ലാതെ എന്താ സ്പൂണ് വെച്ചിട്ടൊക്കെ എടുത്ത് മാറ്റുന്ന ടെക്നിക്ക് ഉണ്ട്. പക്ഷെ എനിക്കത് അത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ സ്പൂണ് വെച്ച് എടുക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞ പൊട്ടിപ്പോകും. മഞ്ഞ പൊട്ടാൻ പാടില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് വെള്ള കിട്ടണം. മഞ്ഞയുടെ ഒരു അംശം പോലും വെള്ളയിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇതിലേക്ക് ഞാൻ നമ്മുടെ വെള്ള ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോകണേ. അതിനൊരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ ബീറ്റ് ചെയ്യുവാണ് കേട്ടോ. നന്നായിട്ട് 1 മിനിറ്റ് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് പതഞ്ഞ് വരും കേട്ടോ. ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുക്കണം. പൊടിക്കാത്ത പഞ്ചസാര എടുക്കണം. നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് തികച്ചെടുക്കണം. ഞാനിവിടെ പൊടിക്കാത്തതായതുകൊണ്ട് 1/4 കപ്പേ എടുക്കുന്നുള്ളൂ. അത് കുറേശ്ശെയായിട്ട് നമ്മുടെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് ആക്കണം. നല്ല കട്ടിയായിട്ട് വരുന്നത് വരേക്കും നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇങ്ങനെ ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് ആക്കണം. നമ്മുടെ എഗ് വൈറ്റ് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ട് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ആവണം. ഓരോന്നായിട്ട് ഇട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കണം. ഓരോന്നും ഇതേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഞാനത് 2 ഇട്ടിട്ടുണ്ട്. 1 മിനിറ്റ് നല്ല ലോ സ്പീഡിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക. അപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എസൻസ് ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. എൻ്റെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ തികച്ച് ചേർക്കാം കേട്ടോ. ഇനി 1 ഡ്രോപ്പ് മിൽക്ക് എസൻസും 1 ഡ്രോപ്പ് ബട്ടർ എസൻസും ചേർക്കുന്നുണ്ട്. ഇത് 2 ഓപ്ഷണലാണ്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് നല്ല ഫ്ലേവർ ആയതുകൊണ്ട് മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ. നിങ്ങൾ വാനില എസൻസ് മാത്രം ചേർത്താലും മതി. ഇതിപ്പം ചേർക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. 1 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ആ ഒരു പൊട്ടയുടെ മണം മാറാൻ വേണ്ടിയാണ് നമ്മൾ എസൻസ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ലോ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ ഓയിൽ നന്നായിട്ട് ഇതിൽ ചേർന്നില്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മുകൾ ഭാഗമൊക്കെ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ മുകൾ ഭാഗവും സൈഡും ഒക്കെ ഭയങ്കര ക്രിസ്പി ആയിപ്പോവും. അത്ര എന്താ പറയുക, ഭയങ്കര ക്രിസ്പി ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചക്ക കേക്കെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഈ ചക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചക്കയുടെ ക്രഷ് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചക്കപ്പായസം ഉണ്ടാക്കുന്നതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ പിങ്കീസ് കുക്കിംഗ് വേൾഡ് ചക്കപ്പായസം ഒന്ന് അടിച്ചു നോക്കിയാൽ അത് എങ്ങനെയാണെന്നുള്ളത് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി 1/2 കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1/4 കപ്പ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ചക്കയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടും. ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഞാൻ ഇതിൽ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അങ്ങനെ ഡയറക്റ്റായിട്ട് ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. ആദ്യമേ അരിച്ച് മാറ്റി വയ്ക്കുകയും ചെയ്യാം. 1 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ഇടുന്നത്. ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർക്ക് ഇതുണ്ടാക്കാം. നിങ്ങൾ ഈ ബേക്കിംഗ് സോഡ നമ്മുടെ വിനാഗിരി ചേർത്ത് ഇതിൽ
ഇട്ടാലും മീൻസ് ഒഴിച്ചാലും മതി ലാസ്റ്റ്. അതെങ്ങനെയാണെന്നുള്ളത് എൻ്റെ റെഡ് വെൽവെറ്റ് കേക്ക് സെർച്ച് ചെയ്താൽ അറിയാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക. ബേക്കിംഗ് പൗഡർ ഇല്ലാത്തത് കൊണ്ട് ചെയ്യാതിരിക്കുമെന്നും വേണ്ട. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കിക്കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡർ ഇല്ലാണ്ട് ബേക്കിംഗ് സോഡ വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് നമുക്കറിയാൻ പറ്റും. ഇനി ഞാനിതിലേക്കൊരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പ് തികച്ച് വേണം, തികച്ച് തന്നെ എടുത്തേക്ക് കേട്ടോ. 1/2 കപ്പ് വേണം. 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഒരുപാടൊന്ന് കുത്തി ഇട്ട് ഇളക്കണ്ട, നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മതി. മിക്സായി വരുമ്പോഴേക്കും നിർത്താം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്, എങ്കിൽ നമ്മുടെ കേക്ക് വിണ്ടുപോകും. നമുക്കിതിനെ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ 1 kgയുടേതാണ് എടുത്തേക്കുന്നത് കേട്ടോ. ബേക്കിംഗ് ട്രേ യൂസ് ചെയ്യുന്നവർ 2 kgയുടെ ഒക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര നന്നായിരിക്കും. കാരണം പൊക്കം കിട്ടത്തില്ല, പക്ഷെ നല്ല വലുതായിട്ട് ഇരിക്കും. ഞാനിവിടെ എന്താ പറയുക, നമ്മുടെ ഓവനിലല്ല ചെയ്യണത്, ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ്. ഇത് ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇതിൽ 40 മിനിറ്റ് ഇട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ ഓവനിലാണെങ്കിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റ് ഇട്ട് വേവിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. ബേക്ക് ചെയ്തെടുക്കുന്ന ടൈമൊക്കെ സെയിം ആണ്. നമ്മളത് ബേക്കാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തണുക്കാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പക്ഷെ എനിക്കിത് തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ 1.25 കപ്പ് എടുക്കണം. കൂടുതൽ ഡെക്കറേഷനൊക്കെ ചെയ്യണമെങ്കിൽ 1.25 കപ്പ് തികച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതൊന്ന് കട്ടിയാവുന്ന സമയത്ത് ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും. നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാരയോ ഐസിങ് ഷുഗറോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇല്ലാണ്ട് നമ്മൾ ഇത് ചെയ്യുമ്പോഴുണ്ടല്ലോ എനിക്ക് അത്ര ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് തോന്നില്ല. ഒരു എന്താ പറയുക, ഒരു ഫോമി ടൈപ്പായിട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്താണ് ഞാൻ ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പഞ്ചസാര ചേർക്കാണ്ട് ചെയ്യാം, ഇതിൽ മധുരം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ചെയ്തത്. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫോമി ടേസ്റ്റായിരുന്നു, കഴിക്കാൻ അത്ര ഒരു സുഖമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഷുഗർ ചേർക്കുന്നത്. നന്നായിട്ട് 1 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കാം. നമുക്ക് നമ്മുടെ ബീറ്റർ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോഴേക്കും നമുക്ക് നിർത്താം. ഈ ക്രീം എല്ലായിടത്തും വാങ്ങാൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോറിലുള്ള വിപ്പിംഗ് ക്രീം പൗഡർ യൂസ് ചെയ്താലും മതി കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിനൊരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുവാണേ. അപ്പം നമ്മുടെ കേക്ക് നല്ല ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ കേക്കിൽ പറഞ്ഞു കത്തി ഇല്ലാണ്ട് എങ്ങനെ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചു തരാമെന്ന്. അപ്പോൾ നമ്മൾ ത്രെഡ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡ് നല്ല ഒരേ വീതിക്ക് ഇങ്ങനെ വളച്ച് എടുത്തതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്ത് എടുത്താൽ മതി. പെർഫെക്റ്റായിട്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു കുഴപ്പവും ഇല്ലാണ്ട് നമുക്ക് കേക്ക് മുറിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ നല്ല രീതിക്ക് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഈ ത്രെഡ് നമ്മൾ ഒരേ രീതിക്ക് തന്നെ വളച്ച് മുഴുവനും കൊണ്ടുവരിക. ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ കത്തിക്ക് മുറിക്കുന്നതിനേക്കാളും പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഒരു വൃത്തികേട് ഉണ്ടാകത്തില്ല, നല്ല വൃത്തിയായിട്ട് നമുക്ക് മുറിഞ്ഞ് കിട്ടും. കത്തിക്ക് മുറിക്കുമ്പോൾ അത്ര ഒരു ഇതാ എനിക്ക് തോന്നിയിട്ടില്ല. അതിനേക്കാളും നല്ല പെർഫെക്റ്റാണിത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ആദ്യമേ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മുടെ ബോർഡിലോട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഇറ്റിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് വേറൊന്നുമല്ല, ഞാൻ 1 കപ്പ് വെള്ളത്തിൽ 3/4 കപ്പ് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചെടുത്തതാണ്, അല്ലാതെ വേറൊന്നും ചേർത്തിട്ടില്ല. അതിനെ ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ പൈപ്പിംഗ് ബാഗിലാക്കി നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ഇതാണ് കേട്ടോ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി. കാരണം എല്ലായിടത്തും നല്ല രീതിക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം എത്തും. അപ്പോൾ
അറിയാത്ത ആൾക്കാർക്ക്, ആദ്യ തുടക്കക്കാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. നല്ല രീതിക്ക് തന്നെ വരും. മുഴുവനും ഒന്ന് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലെവലാക്കി എടുക്കാം. ഇത് ലെവലാക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ചക്കയുടെ ബാക്കി ഉണ്ടെങ്കിൽ അതിന് ചെറുതായിട്ടൊന്ന് നുരി അരിഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ല ക്രഷ് വേണമെങ്കിൽ, ജാക്ക് ഫ്രൂട്ട് ക്രഷ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ക്രീം ഇറ്റിച്ചെടുക്കുക. നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതിലും സെയിം പ്രോസസ്സ് തന്നെയാണ് ഞാൻ ചെയ്തത്. നമ്മുടെ ഷുഗർ സിറപ്പ് ഇറ്റിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഷുഗർ സിറപ്പിന് അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഷുഗർ സിറപ്പ് എത്രത്തോളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക് കേട്ടോ. നന്നായിട്ട് ഇറ്റിച്ചു കൊടുക്കാം. ഇനി വീണ്ടും ക്രീം വെച്ച് ഫില്ല് ചെയ്യുക. ഇതിനൊന്ന് ലെവലായിരിക്കും കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ഈ സ്പാച്ചുല വെച്ച് തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ സാധാരണ കറിക്കത്തി വെച്ച് ചെയ്താലും മതി കേട്ടോ. നന്നായിട്ട് തന്നെ വരും, ഒരു കുഴപ്പവും ഇല്ല. ഇനി അടുത്തൊന്ന് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഇരിക്കും. ഇനി നമ്മുടെ ഷുഗർ സിറപ്പ് ഇറ്റിച്ച് കൊടുക്കുക. എല്ലായിടത്തും നന്നായിട്ട്. ഇത് കറക്റ്റ് 1 കപ്പ് വെള്ളം വേണം കേട്ടോ. ഞാൻ കറക്റ്റ് അളവാണ് പറയുന്നത്. നിങ്ങൾ 1 കപ്പ് വെള്ളം തന്നെ ഷുഗർ സിറപ്പിന് എടുക്കുക. 1/4 കപ്പ് പഞ്ചസാര. കറക്റ്റ് അളവാണ്. ഇത്രയും നമുക്ക് വേണം നമ്മുടെ കേക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്താലും മതി. നമ്മളിങ്ങനെ ഈ പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ലെവലാക്കി എടുക്കാൻ പറ്റും. നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു ടഫാണ്. അല്ലാതെ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാനൊരു ദിവസം കാണിച്ചു തരാം. അടുത്ത വീഡിയോ ഇടുമ്പോഴേക്കും ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഏതാണോ ആ രീതിക്ക് ചെയ്യാമല്ലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം ഇത് തന്നെയാണ്. എല്ലാവർക്കും ഈ മെത്തേഡായിരിക്കും എളുപ്പം. കാരണം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു രീതി ഇത് തന്നെയാണ്. ഞാൻ ഇതിനെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊരു ചക്കയുടെ ചുള പോലെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനിത് വേറെ ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ വിപ്പിംഗ് ക്രീം തികഞ്ഞില്ല. പിന്നെ ഇനി അതിന് വേണ്ടി വീണ്ടും വിപ്പ് ചെയ്തെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് മഞ്ഞ കളറൊക്കെ ചേർത്ത് ചക്കച്ചുളയുടെ ഷേപ്പിലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ആ ഷേപ്പ് വരച്ചിട്ട് മഞ്ഞ കളറുള്ള വിപ്പിംഗ് ക്രീം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ആ ഷേപ്പിലോട്ട് ആക്കിയെടുക്കുക കേട്ടോ. ചക്കച്ചുളയുടെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. ഞാൻ അതങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക കുരുവിന് പകരം ഞാനിവിടെ 2 ബദാം എടുത്ത് അത് നടുകെ പൊളർന്നിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കല്ല്. അപ്പോൾ അവർക്ക് കൂടെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. കൂടാതെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആദ്യമേ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കാണുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.